നമ്മൾ കഴിക്കേണ്ട മുട്ടകൾ അമേരിക്കയിലേക്ക്. അവിടെ മുട്ട ഫെസ്റ്റ്, ഇവിടെ മുട്ടക്ഷാമം. വീട് വിട്ട് ജോലിക്കായി മാറി നിൽക്കുന്നവർക്ക് വലിയ ചെലവില്ലാതെ വൈകുന്നേരം അന്നമൊരുക്കുന്നത് തട്ടുകടകളാണ്. അവിടുത്തെ ദോശയും ഓംലെറ്റും കീശ കീറാതെ അകത്താക്കി അടുത്ത ദിവസത്തെ സ്വപ്നം കണ്ടുറങ്ങിയിരുന്നവർക്കൊക്കെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് മുട്ടക്ഷാമം. അതോടെ മുട്ട വിലയും കൂടി. കേരളത്തിലെ തട്ടുകടക്കാർക്ക് തട്ടുകേടായ മുട്ടക്ഷാമം മുട്ടപ്രേമികൾക്കും പണിയായി. എന്താണപ്പാ പെട്ടെന്ന് ഇങ്ങനെ ഒരു മുട്ടക്ഷാമം എന്നൊരു ചിന്തയില്ലേ? കാരണം നോക്കിയാലോ. നമ്മുടെ രാജ്യത്തൊരു മുട്ട നഗരമുണ്ട്, സിറ്റി ഓഫ് എഗ്സ്. ഏതാണെന്ന് അറിയുമോ? നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നാമക്കൽ. അവിടെ നിന്നാണ് നമ്മുടെയൊക്കെ വയറുകൾക്ക് ആത്മശാന്തി നൽകുന്നതിനുള്ള മുട്ടകൾ എത്തുന്നത്. അതുപോലെ പല ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മുട്ടകളും പോകുന്നത് നാമക്കലിൽ നിന്ന് തന്നെ. ദുബായ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങളുടെയൊക്കെ ഫേവറിറ്റ് നാമക്കൽ മുട്ടയാണ്. കൂടുതൽ വില കിട്ടുന്നത് കാരണം മുട്ട കർഷകർക്കും താല്പര്യം കയറ്റുമതിയോടെയാണ്. നാമക്കലിന്റെ പ്രത്യേകത എന്താണ്? 1500-ലേറെ കോഴി ഫാമുകളുണ്ട്. പ്രതിദിന ഉൽപാദനം 7 കോടി മുട്ടകൾ. തമിഴ്നാട് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള മുട്ടകളും നാമക്കലിൽ നിന്നാണ് എത്തുന്നത്. കയറ്റുമതിക്കുള്ള ഗുണനിലവാരമുള്ള അഥവാ 55 ഗ്രാം ഭാരമുള്ള മുട്ടകളുടെ ഉൽപാദനത്തിൽ മുന്നിലാണ് തമിഴ്നാട്. മൊത്തം മുട്ട കയറ്റുമതിയുടെ 95% നാമക്കലിൽ നിന്നാണ്. കേരളത്തിൽ മുട്ടക്ഷാമം രൂക്ഷമാകാനിപ്പോൾ കാരണമായതെന്താണ്? അങ്ങ് ട്രംപിന്റെ അമേരിക്കയിൽ കടുത്ത മുട്ടക്ഷാമമാണ്. മുട്ടകൾക്കാണെങ്കിൽ വൻ വിലയും. എന്നാൽ പിന്നെ ഗുണനിലവാരമുള്ള മുട്ട എവിടെ കിട്ടുമെന്ന് അന്വേഷണമായി. അങ്ങനെയാണ് നാമക്കൽ എന്ന തമിഴ് ഗ്രാമം അമേരിക്കൻ മുട്ടപ്രേമികളെ ഹഠാത് ആകർഷിക്കുന്നത്. അങ്ങനെ നാമക്കൽ മുട്ടകൾ അമേരിക്കയിലേക്ക്. 1 കോടി മുട്ടകളാണ് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്. ഒക്കെ നമ്മൾ പുഴുങ്ങിയും പൊരിച്ചും ബുൾസൈയായും ഓംലെറ്റായും ഒക്കെ തട്ടേണ്ട മുട്ടകൾ. അങ്ങനെ മുട്ടക്ഷാമം അങ്ങ് രൂക്ഷമാവുകയും മുട്ടവില ഠപ്പേന്ന് കൂടുകയും ചെയ്തു. അമേരിക്കയിൽ എങ്ങനെ മുട്ടക്ഷാമം വന്നു? പക്ഷിപ്പനി അഥവാ ബേർഡ് ഫ്ലൂ ആണ് അമേരിക്കയിൽ മുട്ടക്ഷാമത്തിന് കാരണമായത്. ബ്രസീൽ, തുർക്കി, കാനഡ, ചൈന, ബെൽജിയം, UK തുടങ്ങിയ പ്രധാന മുട്ട കയറ്റുമതി രാജ്യങ്ങളിൽ പക്ഷിപ്പനി മൂലം കോഴികൾ ചത്തൊടുങ്ങിയതോടെ കടുത്ത മുട്ടക്ഷാമമായി. നാമക്കലിന് ലോട്ടറിയായോ? പിന്നല്ലാതെ. അമേരിക്കയിലേക്ക് മുട്ട കയറ്റുമതി ചെയ്യാൻ വലിയ പാടാണ്. വ്യാപാര നയം, കടുത്ത ഗുണനിലവാര മാനദണ്ഡങ്ങൾ, സർട്ടിഫിക്കേഷൻ നടപടികൾ എന്നിവ മൂലം ഇതുവരെ നാമക്കൽ മുട്ടകൾക്ക് അമേരിക്കൻ തീന്മേശയിൽ ഇടം പിടിക്കാനായിരുന്നില്ല. 20 ദിവസം മുൻപ് അമേരിക്കൻ കമ്പനികളുമായി നടത്തിയ ചർച്ച ഫലപ്രദമായതിനെ തുടർന്ന് 1 കോടി മുട്ടകളാണ് 20 AC കണ്ടെയ്നറുകളിലായി കടൽ കടന്നത്. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് നാമക്കൽ മുട്ടകൾ അങ്ങ് രക്ഷ പിടിച്ചത്രേ. ഈ കയറ്റുമതി അങ്ങ് തുടരുന്ന കാര്യമാണ് ഇപ്പോൾ അവർ ചർച്ച ചെയ്യുന്നത്. ഇനി വാൽക്കഷ്ണം. കാര്യമൊക്കെ കൊള്ളാം. നാമക്കല്ലിൽ നിന്നുള്ള കയറ്റുമതി തുടർന്നാൽ നമുക്ക് തിന്നാനുള്ള മുട്ടകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഒരു വീട്ടിൽ 2 കോഴി മസ്റ്റ് എന്ന തീരുമാനത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. വീടായാൽ കോഴി വേണം, പോഷണമേകാൻ മുട്ട വേണം, മുട്ടയുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാകണമെന്നൊക്കെ പറയേണ്ടിയും വന്നേക്കാം. കുറച്ചൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ കണ്ട കയറ്റുമതി വരുമാനമൊക്കെ ഇങ്ങോട്ട് പോന്നേനെ എന്നതും ശ്രദ്ധേയമാണ്.